ഒരു കാലത്ത് മിനി സ്ക്രീൻ അടക്കി വാണ സിറ്റ്കോം പരമ്പരയായിരുന്നു ഉപ്പും മുളകും. കുട്ടികളും മുതിർന്നവരും പ്രായമായവരുമെല്ലാം ഒരുപോലെ ആസ്വദിച്ചിരുന്നു കണ്ട ആ പരമ്പര സ്വന്തം വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായേ പലർക്കും തോന്നിയിട്ടുള്ളൂ. മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും കത്തിക്കയറി മില്യൺ കണക്കിന് ആരാധകരെ നേടിയിരിക്കെയാണ് പരമ്പരയുടെ അണിയറയിൽ ഓരോരോ പ്രശ്നങ്ങളായി തലപൊക്കിയത്. പിന്നാലെ പലരും പിന്മാറുകയും തിരിച്ചു വരികയും വീണ്ടും പോവുകയുമെല്ലാം ചെയ്തു. അഴിച്ചുപണികൾ പലവുരു നടത്തിയ ശേഷം കഥാഗതിയിൽ തന്നെ വലിയ മാറ്റവും സംഭവിച്ചു. അങ്ങനെ പരമ്പര വീണ്ടും തിരിച്ചെത്തിയെങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴിതാ ഒരു താരം പരമ്പരയിൽ നിന്നും ബ്രേക്ക് എടുത്തു പോയെങ്കിലും ഇപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണെന്ന സന്തോഷകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഉപ്പും മുളകിലെ ലച്ചുവിൻ്റെ ഭർത്താവായ സിദ്ധു എന്ന സിദ്ധാർത്ഥ് തന്നെയാണ്. ഒരു മാസം മുമ്പാണ് സിദ്ധാർത്ഥ് പരമ്പരയിൽ നിന്നും ബ്രേക്ക് എടുത്ത് പുറത്തേക്ക് പോയത്. ഇതൊരു വിട പറയലല്ല, ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഇനി ഒരിക്കൽ തിരികെ വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായും നിങ്ങളെയെല്ലാം അറിയിക്കും എന്നും താരം തൻ്റെ ആ പോക്കിൽ പറഞ്ഞിരുന്നു. ഒരു മാസം മുമ്പായിരുന്നു താരം പരമ്പരയിൽ നിന്നും ബ്രേക്ക് എടുത്തത്. പിന്നാലെ ഇത് ബിഗ് ബോസിലേക്കുള്ള പോക്കാണെന്ന് വരെ വാർത്തകൾ വന്നു. എന്നാൽ ഇപ്പോഴിതാ താൻ തിരിച്ചു വരികയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥ്. അതുമാത്രമല്ല, ബിഗ് ബോസിലേക്ക് താൻ ഉണ്ടാകില്ല എന്നും താരം അറിയിച്ചു. തട്ടിയും മുട്ടിയും എന്ന സീരിയലിൽ കണ്ണൻ എന്ന കഥാപാത്രമായാണ് സിദ്ധാർത്ഥ് പ്രഭു ആദ്യം ശ്രദ്ധ നേടിയത്. സിറ്റ്കോമായിരുന്ന തട്ടിയും മുട്ടിയും ഏറെക്കാലം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. വളരെയധികം ജനപ്രീതി നേടുവാനും ആ പരമ്പരയ്ക്ക് കഴിഞ്ഞു. ആ സിറ്റ്കോം അവസാനിച്ച ശേഷവും സിദ്ധാർത്ഥിൻ്റെ ജനപ്രീതിക്ക് ഇടിവൊന്നും സംഭവിച്ചിരുന്നില്ല. തുടർന്ന് പഠനത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് പോവുകയായിരുന്നു സിദ്ധാർത്ഥ്. പിന്നീടാണ് മിനി സ്ക്രീനിൽ ഏറ്റവും പോപ്പുലറായ ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും എന്ന സിറ്റ്കോമിൽ താരം പങ്കാളിയായി എത്തുന്നത്. ബാലുവും നീലുവുമായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയ ശേഷം TRPയിലടക്കം വളരെ പിന്നിലായിരുന്നു ഈ പരമ്പര. അതിൽ വലിയ മാറ്റം സംഭവിച്ചത് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വരവോടെയാണ്. ജൂഹി റുസ്തഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവായ സിദ്ധുവായാണ് സിദ്ധാർത്ഥ് പ്രഭു എത്തിയത്. അതിനുശേഷം ഉപ്പും മുളകും എപ്പിസോഡുകൾ വീണ്ടും TRPയിൽ വലിയ ചലനം സൃഷ്ടിച്ച് മുന്നോട്ട് വരികയായിരുന്നു. യൂട്യൂബിൽ എപ്പിസോഡുകൾ വീണ്ടും മില്യൺ അടിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. പല സീനുകളും വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. സിദ്ധു ലച്ചു കോംബോ ഹിറ്റായി പോകുന്നതിനിടയിലാണ് മദ്യപിച്ച് വാഹനമോടിച്ച് വഴിയാത്രക്കാരെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സിദ്ധാർത്ഥ് ഉൾപ്പെടുന്നത്. ആ വഴിയാത്രക്കാരൻ ചികിത്സയിലിരിക്കെ മരിച്ചതിനാൽ കേസും കൂട്ടവുമായി കുറച്ചുനാൾ നടൻ ഉപ്പുമുളകിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പിന്നീട് തിരിച്ചെത്തിയപ്പോഴും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.